ഹായ്, സിനിമാ കാഴ്ചക്കാരൻ നവാസിന്റെ എനിക്കുള്ള മറുപടി വീഡിയോ അത് ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാണ് തോന്നിയത്. പുള്ളിയുടെ മറുപടിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി പുള്ളി പറയുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിനുമുള്ള മറുപടി പുള്ളി പറഞ്ഞിട്ടില്ല. ആ വീഡിയോയിൽ പുള്ളി ആകെ പറഞ്ഞിരിക്കുന്നത് ഞാൻ മുഖം കാണിച്ച് വീഡിയോ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ പുള്ളി എന്നെ ആണായിട്ട് അംഗീകരിക്കൂ, അതായത് ആണായിട്ട് പരിഗണിക്കൂ എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. ഇനി പുള്ളിയെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ മുഖം കാണിച്ച് വീഡിയോ ചെയ്തു എന്ന് വിചാരിക്കുക. പുള്ളി ഒരു പക്ഷേ മറ്റു പലതും കാണണം എന്ന് പറയും. അപ്പോൾ അത് കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പുള്ളി പറഞ്ഞ കാര്യം ഞാൻ നിരസിക്കുകയാണ്. സഹോദരൻ ക്ഷമിക്ക്, നീ എന്നെ ആണായിട്ടോ പെണ്ണായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും കണ്ടോ, ഒരു പ്രശ്നവുമല്ല. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് നീ പറയേണ്ടത്. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് മുഖം കാണിച്ച് ചെയ്തിട്ടുണ്ട്. അതൊരു പക്ഷെ നീ കാണാത്തതായിരിക്കും, അല്ലെങ്കിൽ നിനക്ക് ഞാനാണ് എന്ന് മനസ്സിലാവാത്തതായിരിക്കും. ശരി, അതെന്തോ ആവട്ടെ. ഇവിടെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ട് ഞാൻ നവാസിനെതിരെ വീഡിയോ ചെയ്തു എന്നുള്ളത്. നവാസ് മമ്മൂക്കയെ സ്നേഹിക്കുന്ന ഒരാളാണ്. മമ്മൂക്കയെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബർ. തീർച്ചയായും അദ്ദേഹത്തിന് മമ്മൂക്കയെ കുറിച്ച് നല്ല നല്ല വീഡിയോസ് ചെയ്യാം. പുള്ളി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുമുണ്ട്. തീർച്ചയായും അത് നല്ലൊരു കാര്യമാണ്. ഒരാളെ ഇഷ്ടപ്പെടുന്നു, അയാളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഞാൻ എന്തുകൊണ്ട് പുള്ളിക്കെതിരെ വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളി മമ്മൂക്കയെ പൊക്കുന്നതിനോടൊപ്പം തന്നെ മോഹൻലാലിനെ താഴ്ത്തിക്കെട്ടാൻ ഒരുപാട് കളികൾ കളിക്കുന്നുണ്ട്. പുള്ളിയുടെ വീഡിയോയിൽ അത് വ്യക്തവുമാണ്. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മോഹൻലാലിന്റെ എല്ലാ സിനിമകളുടെയും കളക്ഷനെ കുറിച്ച്, അതായത് വലിയ വിജയം നേടിയ സിനിമകളുടെ കളക്ഷനെ കുറിച്ച് പറയുമ്പോൾ അതെല്ലാം തള്ളാണ് എന്ന് ഈ പുള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മോഹൻലാലിന്റെ ഒരു സിനിമയുടെ കളക്ഷനും ആശീർവാദ് സിനിമാസോ അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസോ പറഞ്ഞ കണക്കല്ല നമ്മൾ ആരും പറയുന്നത്. ട്രാക്കേഴ്സ് വിടുന്ന കണക്കാണ്. എല്ലാ സിനിമകളുടെയും ട്രാക്കിംഗ് കളക്ഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുള്ളി പറയുന്നു അത് അങ്ങനെയല്ല, അത് തള്ളാണ്. മറ്റുള്ള സിനിമകളുടെ എല്ലാം ട്രാക്കിംഗ് കളക്ഷൻ ഇയാൾ വിശ്വസിക്കും. മോഹൻലാലിന്റെ സിനിമകളുടെ ട്രാക്കിംഗ് കളക്ഷൻ ഈ പറയുന്ന നവാസ് വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ വിശ്വസിക്കാൻ തയ്യാറല്ല. അത് സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുന്നു. അതിനെതിരെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് നമ്മളാരും ബാറോസ് 100 കോടി നേടിയെന്ന് പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. ഋഷഭ 100 കോടി നേടിയെന്ന് ആരും പറഞ്ഞിട്ടില്ല. മോഹൻലാൽ ഫാൻസും പറഞ്ഞിട്ടില്ല, ആന്റണി പെരുമ്പാവൂരും പറഞ്ഞിട്ടില്ല, ലാലേട്ടനും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇയാൾ പറയുന്നു, അതായത് നവാസ് പറയുന്നു, ഋഷഭ 100 കോടി നേടി എന്ന് തള്ളി, ബാറോസ് 100 കോടി നേടി എന്ന് തള്ളി. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ മോഹൻലാൽ ഫാൻസിന്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും തലയിൽ കെട്ടിവെക്കുകയാണ്. അതുകൊണ്ടാണ് നവാസിനെതിരെ ഞാൻ വീഡിയോ ചെയ്തത്. പിന്നെ ബുക്ക് മൈ ഷോയിലൂടെ എമ്പുരാൻ എന്ന സിനിമ 96,000 ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റപ്പോൾ അത് ബുക്ക് മൈ ഷോയും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് ഇവൻ വീഡിയോയിലൂടെ പറയണമെങ്കിൽ ഇവൻ എത്രത്തോളം മന്ദബുദ്ധി ആയിരിക്കും എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ വിവരമില്ലാത്ത കുറച്ച് ആൾക്കാർ വിശ്വസിക്കും. അതുകൊണ്ടാണ് അതിനെതിരെ ഞാൻ വീഡിയോ ചെയ്തത്. ഈ പറയുന്ന നവാസ് മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടോ മമ്മൂക്കയുടെ പെർഫോമൻസിനെ അല്ലെങ്കിൽ മമ്മൂക്കയുടെ സിനിമകളുടെ വിജയത്തെ പൊക്കിക്കാണിക്കുന്നതുകൊണ്ടോ ഒരു കുഴപ്പമില്ല. എന്തിനാണ് മറ്റുള്ളവരുടെ നേട്ടത്തെ കുറച്ച് കാണുന്നത്? അതുകൊണ്ടാണ് ഈ പുള്ളിക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തത്. ഇപ്പോൾ അവസാനമായി പുള്ളിയിട്ട വീഡിയോ ഇപ്പൊ ഞാൻ കണ്ടേ ഉള്ളൂ. ആ വീഡിയോയിൽ ചെകുത്താൻ മോഹൻലാലിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. മോഹൻലാലിന്റെ ആ ലണ്ടൻ പ്രോഗ്രാം, അതിലുള്ള ഡാൻസ്, അതിനെ പരിഹസിച്ചുകൊണ്ട് ചെകുത്താനിട്ട വീഡിയോ പുള്ളി റിയാക്ട് ചെയ്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെകുത്താൻ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞാൽ ഇവൻ പച്ച തെറി വിളിക്കും. മോഹൻലാലിനെ കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവൻ ചിരിച്ചുകൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കും. അതായത് ചെകുത്താൻ മമ്മൂട്ടിയെ കുറിച്ച് മോശം പറഞ്ഞാൽ പുള്ളി റിയാക്ഷൻ വീഡിയോ ഇടും, ചെകുത്താനെ തെറി വിളിച്ച്. അതായത് ആ സമയത്ത് ചെകുത്താൻ വെറുക്കപ്പെട്ടവനാണ്, ഇതുപോലൊരു നാറി ഇല്ല എന്നുള്ള തരത്തിലാണ് ഈ നവാസ് സംസാരിക്കുന്നത്. പക്ഷെ മോഹൻലാലിനെ കളിയാക്കിക്കൊണ്ട് ചെകുത്താൻ വീഡിയോ ചെയ്താൽ അതെടുത്ത് വെച്ച് നവാസ് ചിരിച്ചുകൊണ്ട് സന്തോഷിച്ച് അത്രമാത്രം ആഘോഷിക്കും. കണ്ടോ ചെകുത്താൻ പറയുന്നത് നോക്കൂ ലാലേട്ടനെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ചാണ് ഇവൻ വീഡിയോ ചെയ്യാറ്. അപ്പോ ഇവന് എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം നാറിത്തരം ആ നാറി കാണിക്കുന്നു, ഈ നാറി അത് ഏറ്റുപിടിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? അല്ല. അപ്പോൾ ഇത്തരം ആൾക്കാർ വീഡിയോ ചെയ്യുമ്പോൾ അതിനെതിരെ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയും അതങ്ങനെയാണ്. ഇപ്പോൾ മമ്മൂട്ടിക്കും മോഹൻലാലിനും അവാർഡ് കിട്ടി എന്ന് വിചാരിക്കുക. മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയത് മമ്മൂട്ടി ഇന്ത്യയിലെ മഹാനടനായതുകൊണ്ടാണ്. അദ്ദേഹം അഭിനയ സിംഹമാണ്, ലോകത്തിലെ ഏറ്റവും മികച്ച നടനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്, അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട് എന്ന് പറയും. തീർച്ചയായും മമ്മൂട്ടി ഇന്ത്യയിലെ മികച്ച നടന്മാരിൽ ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന് അർഹിച്ച അംഗീകാരങ്ങൾ തന്നെയാണ് എല്ലാ സമയത്തും കിട്ടിയിരിക്കുന്നത്. അതിൽ എനിക്ക് ഒരു സംശയമില്ല. പക്ഷെ മോഹൻലാലിന് അവാർഡ് കിട്ടുമ്പോൾ ഇവറ്റങ്ങൾ പറയുന്ന കാര്യം, മോഹൻലാൽ പൈസ കൊടുത്ത് വാങ്ങിച്ചു,
രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് വാങ്ങിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഇരട്ടത്താപ്പ്, അതായത് മോഹൻലാലിന് ഒന്നും കിട്ടാൻ പാടില്ല, മോഹൻലാൽ അങ്ങ് ഔട്ടായി പോകണം, മോഹൻലാലിന് അഭിനയിക്കാൻ അറിയില്ല, ഈ രീതിയിൽ ഇവരാക്കി തീർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കണ്ടേ? സംസാരിക്കും. ഇത്തരം വിവരക്കേടുകൾ ഇവർ വിളിച്ച് പറയുമ്പോൾ ഇവർക്കെതിരെ ഞാൻ സംസാരിക്കും. പ്രത്യേകിച്ച് നവാസിനെ പോലുള്ള ആൾക്കാർ ഇരുന്ന് മോങ്ങുമ്പോൾ അത് മോങ്ങുകയാണ്, കരയുകയാണ് എന്ന് ഞാൻ വിളിച്ചു പറയും. അത് അങ്ങനെ തന്നെയാണ്. എനിക്ക് ഈ നവാസിനെ കളിയാക്കിക്കൊണ്ട്, അതായത് അവൻ കരയുന്ന രീതിയിൽ വീഡിയോ ചെയ്യാൻ എനിക്കറിയാം. ഈ വീഡിയോ ഞാൻ എന്തുകൊണ്ട് അവനെതിരെ തിരിയുന്നു എന്നുള്ളത് പല ആൾക്കാർക്കും മനസ്സിലാകാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. പല ആൾക്കാരും ചിന്തിക്കും അവനൊരു മമ്മൂട്ടി ഫാൻ, ഞാനൊരു മോഹൻലാൽ ഫാൻ, ഇതൊരു ഫാൻ ഫൈറ്റ് ആണ് എന്ന് ചിന്തിക്കും. അങ്ങനെയല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനഃപൂർവ്വമായി ഒരാളെയും ഡീഗ്രേഡ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല. ആരെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്തോട്ടെ, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഡീഗ്രേഡ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പൊ നവാസെ, ഇനിയെങ്കിലും നിർത്തിക്കോ. നീ നിന്റെ കാര്യങ്ങളുമായിട്ട് നീ ഇഷ്ടപ്പെടുന്ന ആളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തോ. മോഹൻലാലിനെ കുറിച്ച് വീഡിയോ ചെയ്യണ്ട എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. മോഹൻലാലിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നുള്ള ഒരു കുഴപ്പമില്ല. മോഹൻലാലിന്റെ സിനിമകൾ പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ടു എന്ന് തന്നെ പറഞ്ഞോ. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ നീ ഉണ്ടാക്കിയെടുത്ത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചോദ്യം ചോദിച്ചു ഇവനോട്. ഇവൻ പറയുന്നു ദൃശ്യം 3യുടെ കളക്ഷൻ, അതായത് ബിസിനസ്സും കളക്ഷനും ചേർത്ത് 330 കോടി ആയിട്ടില്ല എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചതാണ്, എന്നാൽ നീ പറ നിന്റെ അറിവിൽ എത്രയാണ് എന്ന്. അതിന് ഇതുവരെ അവൻ മറുപടി തന്നിട്ടില്ല. അതായത് ഇവന് അറിയില്ല. മോഹൻലാലിന്റെ സിനിമകൾ കുറച്ച് കളക്ഷൻ നേടിക്കഴിഞ്ഞാൽ അത് തള്ളാണ് എന്ന് പറയാൻ മാത്രമാണ് ഇവൻ അറിയുകയുള്ളൂ. ഫുൾ ആന്റണി പെരുമ്പാവൂരും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നുള്ള രീതിയിലാണ് ഇവൻ സംസാരിക്കുന്നത്. അപ്പോൾ നവാസിന്റെ കരച്ചിലുകൾ ഇനിയും തുടരും. ഇതുപോലത്തെ ഒരുപാട് നവാസുകൾ ഇവിടെയുണ്ട്. ഫേസ്ബുക്കിലെല്ലാം അത്തരം പോസ്റ്റുകൾ, അതായത് ഇവരെ പോലുള്ള കുറെ ആൾക്കാരുടെ പോസ്റ്റുകൾ നമ്മൾ കാണാറുമുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു തരാം. വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞ് വീഡിയോ ചെയ്താൽ അതിനെതിരെ ഞാൻ സംസാരിക്കും. ഈ വീഡിയോയിൽ ഞാൻ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഇനിയും നിങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ടി വന്നാൽ തീർച്ചയായും നിങ്ങളെ കളിയാക്കിക്കൊണ്ട് തന്നെ, അതായത് ആക്കിക്കൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യും. അത് കേട്ട് കഴിയുമ്പോൾ നവാസിന്റെ കരച്ചിൽ കുറച്ചുകൂടി ഒച്ചത്തിലാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴേ നീ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറത്ത് ഒരു ചിരിയും ഫിറ്റ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ അകത്തും പുറത്തും കരയും. ആ രീതിയിൽ നിന്നെ കളിയാക്കാൻ എനിക്കറിയാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.